ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സദ്യയിലെ പ്രധാന വിഭവമായ രുചികരമായ മത്തങ്ങ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മത്തങ്ങ തൊലി കളഞ്ഞ് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകി കുക്കറിൽ 2 കപ്പ് വെള്ളം ചേർത്ത് 3 വിസിൽ വരുന്നത് വരെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അരപ്പിനാവശ്യമായ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്. ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മത്തങ്ങയും 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം മൂടി വെച്ച് മത്തങ്ങ വേവിക്കാം. ഇപ്പോൾ മത്തങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച പയറും തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം ഇതിനാവശ്യമായ താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ എല്ലാം മൂത്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ എരിശ്ശേരിയുടെ വെള്ളമെല്ലാം വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയായാൽ നമ്മുടെ രുചികരമായ മത്തങ്ങ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇത് ചൂട് ചോറിനോടൊപ്പം വിളമ്പാം. വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.